Okay, good afternoon. Mark your attendance. Mark your attendance. Okay, take your textbook page number 17 ആണോ ഉള്ളതില് 17 ആണോ 16. ഓക്കെ 16 ആണോ അപ്പൊ എൻ്റെ അതേ കറക്റ്റ് തന്നെ 16 കഴിഞ്ഞില്ലേ അവിടെ അഴകുള്ള ചങ്ങാതിമാർ എന്ന റൈംസ് എടുത്തില്ലേ 6 അത് എത്രയായിരുന്നു പേജ് നമ്പർ മക്കളെ 15 ഓക്കെ വെരി ഗുഡ് അപ്പൊ നമ്മൾ അത് പഠിച്ചു അല്ലേ ഇല്ലേ മുല്ലപ്പൂ ചിരിക്കുന്നു പല്ലിനെന്തു വെളുപ്പാണ് പനിനീർ പൂവ് കുണുങ്ങുന്നു മേനിക്കെന്തു മിനുപ്പാണ് പൊട്ടുതൊടുന്നു തെച്ചിപ്പൂ കണ്ണെഴുതുന്നു കാക്കപ്പൂ വന്നല്ലോ പൊന്നോണം പൂക്കൾക്കൊക്കെ ചാഞ്ചാട്ടം നമ്മൾ പഠിച്ചു അല്ലേ അത് അപ്പൊ നമ്മള് കുറച്ച് ചിഹ്നങ്ങൾ പഠിച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് പഠിച്ചു അല്ലേ ഓക്കെ നെക്സ്റ്റ് ഒന്നുകൂടി ഉണ്ട് എന്താ നെക്സ്റ്റ് പേജ് നോക്കിയേ 16 ആണോ പേജ് നമ്പർ ഏത് മാവേലി നാട് വന്നല്ലോ വന്നല്ലോ പൊന്നോണം കഴിഞ്ഞ ആ പാട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളത് ഇത് ഓക്കെ വന്നല്ലോ പൊന്നോണം അല്ലെ വന്നല്ലോ പൊന്നോണം എന്നാണ് കേട്ടത് ഓണാഘോഷത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓണം നിങ്ങൾക്കറിയോ ഓണം എന്താണ് ഓണം ഓണം നമ്മുടെ പൂക്കളൊക്കെ ഇടും ആ മാവേലി വരും പിന്നെയോ ഇതൊക്കെയാണല്ലേ ഓണം ആ പൂക്കളൊക്കെ ഇട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ഓണക്കോടികളൊക്കെ ധരിച്ച് അല്ലെ ഓണസദ്യയൊക്കെ ഒരുക്കി നമ്മെ മാവേലിയെ വരവേൽക്കാനിരിക്കും അല്ലെ ഓണം നമ്മുടെ ദേശീയോത്സവമാണ് അല്ലെ ഓക്കെ ഓണം നമ്മുടെ ദേശീയോത്സവം ആ എന്താണ് വിഷാനെ ആ ഓണക്കളി ഉണ്ടാവും ആ അപ്പൊ എപ്പോഴാണ് ഈ ഓണം എപ്പോഴാണ് ഈ ഓണം ആഘോഷിക്കുന്നത് നാം ഓണം ആഘോഷിക്കുന്നത് എപ്പോഴാണ് അറിയോ ചിങ്ങമാസത്തില് നിങ്ങൾക്ക് മലയാളം മാസം അറിയോ ഒരുപാടുണ്ട് കേട്ടോ 12 എണ്ണം ഉണ്ട് ഇംഗ്ലീഷ് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി അതിൽ തുടങ്ങുന്നത് പോലെ തന്നെ നമുക്ക് മലയാള മാസങ്ങളും ഉണ്ട് അല്ലെ ചിങ്ങം കന്നി അങ്ങനെ പറഞ്ഞ് തുടങ്ങും ഓക്കെ അതില് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നാം ഓണം ആഘോഷിക്കുന്നത് അല്ലെ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നാം ഓണം ആഘോഷിക്കുന്നത് ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി ഓണക്കോടിയൊക്കെ ധരിച്ച് നമ്മള് ഓണപ്പൂക്കളമൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ ഉണ്ടാക്കി അല്ലെ ഊഞ്ഞാലൊക്കെ കെട്ടി ഇങ്ങനെ ആടി നമ്മള് ആരെ മാവേലിയെ വരവേൽക്കും ഈ മാവേലി ആരാ ഈ മഹാബലി ആരാണ് നല്ലൊരു ഭരണാധികാരി അല്ലേ ആ അദ്ദേഹം പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണമായി നാം ആഘോഷിക്കുന്നത് അല്ലേ അപ്പോ എന്താണത് ആ ഒരു കഥ നിങ്ങൾക്കറിയോ മാവേലിയുടെ കഥ അറിയോ മക്കൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല അമ്മമാരൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ അപ്പൊ മഹാബലിനെ അറിയില്ല അല്ലേ തിരുവോണത്തിന് പാട്ട് ഒന്നും അറിയില്ല മക്കൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കണേ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല
പുളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സോങ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇല്ലേ? ഇതൊന്നും ആരും പറഞ്ഞില്ലേ? ഓണത്തിനെ കുറിച്ച് മാവേലി, ഈ മഹാബലി, നമ്മളിപ്പോ പറഞ്ഞ മഹാബലി നാട് കാണാൻ വരുന്ന ദിവസമാണ് ഓണമായി നാം ആഘോഷിക്കുന്നത് പറഞ്ഞു. ഈ മഹാബലി ആരാണ്? അതാണ് പറഞ്ഞതിപ്പോ. മാവേലി നാടുവാണിടുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? മഹാബലി നാടുവാഴുന്ന കാലത്ത് മനുഷ്യരെല്ലാരും എങ്ങനെയായിരുന്നു? ഒന്നുപോലെയായിരുന്നു. എന്താ ഈ ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ഒന്നുപോലെയാണോ? അല്ല, ഒരുപോലെയായിരുന്നു അല്ലേ? വലിപ്പ ചെറുപ്പങ്ങളില്ല, എന്തിലും ഇല്ല അല്ലേ? വർണ്ണഭേദങ്ങളില്ല. പണത്തിലായാലും മറ്റേത് കാര്യത്തിലും എന്താണ്? തുല്യന്മാരായിരുന്നു, സമന്മാരായിരുന്നു അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പൊ മനുഷ്യരെല്ലാവരും എങ്ങനെയായിരുന്നു? സമന്മാരായിരുന്നു മഹാബലി നാടുവാണിരുന്ന കാലത്ത്. പിന്നെയോ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. അപ്പൊ ആമോദം എന്ന് പറഞ്ഞ സന്തോഷം. സന്തോഷത്തോടെ വസിക്കുന്ന കാലത്ത് എങ്ങനെയാ? ആപത്തൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നെങ്ങനെയാ? ഇന്ന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കൊറോണയും വെട്ടും കുത്തും ബഹളവുമാണ് അല്ലേ? അന്നങ്ങനെ ആയിരുന്നില്ല. നല്ല സമാധാനമുള്ള അന്തരീക്ഷമായിരുന്നു അന്ന് അല്ലേ? മഹാബലി, നമ്മൾ ഈ പറഞ്ഞ മഹാബലി നാട് വാഴുന്ന കാലം അല്ലേ? സന്തോഷത്തിമിർപ്പിലായിരുന്നു മനുഷ്യരെല്ലാവരും, സമന്മാരായിരുന്നു അല്ലേ? പിന്നെന്താ പറഞ്ഞേ? കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം. കള്ളമില്ല, ചതിവില്ല, എള്ളോളം തന്നെ ഒരു എള്ളിന്റെ മണി പോലും പൊളിവചനങ്ങൾ, തെറ്റുവാക്കുകൾ പറയാറില്ല ആരും അല്ലേ? കള്ളത്തരങ്ങള് എങ്ങു നോക്കിയാലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാലമായിരുന്നു ഏത്? മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം. ആ ആളാണ് മഹാബലി അല്ലേ? പിന്നെയോ, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്? അതാണ് നമ്മളിപ്പോ പറഞ്ഞ മഹാബലി അല്ലേ? ഈ മഹാബലി നാട് കാണുന്ന കാലമാണ്, നാട് കാണാൻ വരുന്ന ദിവസമാണ് എന്ത്? നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത് അല്ലേ? അപ്പൊ പണ്ട് കേരളത്തില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സങ്കല്പം. പേരെന്താ? മഹാബലി അല്ലേ? അദ്ദേഹം പ്രജകളെ എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു അല്ലേ, അന്ന് എല്ലാവരും സമന്മാരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. തന്റെ പ്രജകളെ അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ എന്ത് ചെയ്തു എന്നറിയോ? വാമനൻ മഹാബലിയോട്, മിസ് കഥ പറയാണ്, ശ്രദ്ധിക്കണേ. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോ ഒരു നാള് വാമനൻ മഹാബലിയോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? 3 അടി മണ്ണ് ചോദിച്ചു. 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി എന്ത് ചെയ്തു? നല്ല പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്ന ആര്? നമ്മുടെ രാജാവ് മഹാബലി എന്ത് ചെയ്തു? സമ്മതിച്ചു. 3 അടി മണ്ണ് തരാമെന്ന് സമ്മതിച്ചു. ആളെ കാണാൻ ചെറുതായിരുന്നു വാമന്. അപ്പൊ എന്ത് ചെയ്തു? 3 അടി മണ്ണല്ലേ, ഓക്കെ ഞാൻ തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വാമനൻ ഒരടി കൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? ഭൂമി മുഴുവൻ അളന്നെടുത്തു. ഈ ഭൂമിയില്ലേ, ഈ ഭൂമി ഒരടി വെക്കുമ്പോഴേക്കന്നെ നമ്മുടെ ഈ ഭൂമി മുഴുവൻ അദ്ദേഹം അളന്നെടുത്തു അല്ലേ? നെക്സ്റ്റ് രണ്ടാമത്തെ അടി എവിടെ വെച്ചു? അടുത്ത അടി കൊണ്ട് സ്വർഗം ഉണ്ടല്ലേ, നമ്മളെന്താ പറയുക? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ നമ്മൾ എവിടെ എത്തുന്നറിയോ? സങ്കല്പം സ്വർഗത്തിന്. പക്ഷെ നമ്മൾ തിന്മകൾ ചെയ്താൽ എവിടെ എത്തുന്നറിയോ? എവിടെ എത്തല്? പാതാളത്തിൽ എത്തൂല്ലേ? അവിടെ എങ്ങനെയാ? പിന്നെ കരിഞ്ഞു പൊള്ളുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ജീവിതത്തില് നമ്മളെ നല്ല കാര്യങ്ങൾ, നന്മകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? നമ്മൾ മോശം കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല, നമ്മൾ സ്വർഗത്തിൽ എത്തില്ല എന്നാണ് സങ്കല്പം അല്ലേ? അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ നന്മ ചെയ്യുന്നത് അല്ലേ? നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം.
അപ്പൊ ഈ സ്വർഗവും ആര് രണ്ടാമത്തെ അടി വെച്ച സമയത്ത് ഈ സ്വർഗവും വാമനൻ അളന്നെടുത്തു. അപ്പോ മൂന്നാമത്തെ അടിക്കായിട്ട് കാല് പൊക്കി ആര് വാമനൻ അല്ലെ? മൂന്നാമത്തെ അടിക്കായിട്ട് കാല് പൊക്കി വാമനൻ. പക്ഷെ എവിടെ കൊടുക്കും? ഭൂമി മുഴുവൻ അളന്നു, സ്വർഗവും അളന്നു. നെക്സ്റ്റ് എവിടെയും സ്ഥലമില്ല കാല് വെക്കാൻ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? മഹാബലി തല കാണിച്ചു കൊടുത്തു അല്ലെ? അവിടെ ഇരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു എന്റെ തലയിൽ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു അല്ലെ? മൂന്നാമത്തത്. അപ്പോ മഹാബലി തല കാണിച്ചു കൊടുത്തു. അങ്ങനെ മഹാബലിയെ വാമനൻ എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അല്ലെ? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പൊ അദ്ദേഹം എവിടെയായി? നമ്മുടെ ഇവിടെ ഇല്ല അല്ലെ? പാതാളത്തിലേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ആ സമയത്ത് ഒരു വരം ചോദിച്ചു വാമനോട്. എന്താണ്? വർഷത്തില് എന്ത് പറഞ്ഞു? വർഷത്തില് തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ ഒരിക്കല് തിരിച്ചു വരാൻ, ഒരു ദിവസം എനിക്ക് തിരിച്ചു വരാൻ അവസരം തരാൻ അല്ലെ? വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു. എന്ത്? വർഷത്തിലൊരിക്കല് തന്റെ പ്രജകളെ കാണാൻ തനിക്ക് വരാം എന്ന ഒരു അനുവാദം ആര്? വാമനൻ കൊടുത്തു. അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാനായി വരുന്ന ദിവസമാണ് ഏത്? ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ. തിരുവോണ നാൾ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഓണത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം മനസ്സിലായോ മക്കൾക്ക്? കഥ മനസ്സിലായോ? ഇല്ലേ? ഓക്കെ. ഇനി ഓണത്തിനെ പറ്റി എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്, എന്താ ഏത് സങ്കല്പത്തിലാണ്, ആ കഥ മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ ഇനി ഓണത്തെ പറ്റിയുള്ള സങ്കല്പ കഥ അറിയാലോ? അങ്ങനെയാണ് ഈ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ ആര് വരും? നമ്മുടെ മഹാബലി. അതാണ് നമ്മൾ ഓണായി ആഘോഷിക്കുന്നത്. അപ്പൊ എന്താണ്? അന്ന് അദ്ദേഹം നമ്മുടെ ഇവിടെ രാജാവായിരുന്ന സമയത്ത് പ്രജകളൊക്കെ സമന്മാരായിരുന്നു, ആഘോഷ തിമിർപ്പിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഓണം ദിവസം എന്ത് ചെയ്യുന്നത്? നല്ല പുതിയ ഓണക്കോടിയൊക്കെ ധരിച്ച് പൂക്കളൊക്കെ ഇട്ട് വിഭവസമൃദ്ധമായ ഒരുപാട് കറികളെല്ലാം ഉണ്ടാക്കി നമ്മൾ സദ്യ ഉണ്ടാക്കൂല്ലേ? എന്ന് ഉണ്ടാക്കാറുണ്ടോ? ഇല്ലേ? ഓണത്തിന് ഒന്നും ഉണ്ടാക്കി തരാറില്ല അമ്മമാര്? ഓണസദ്യ ഒന്നും നിങ്ങൾ കഴിച്ചിട്ടില്ല? ഇല്ല? ഓക്കെ, ഉണ്ട്. ഗായത്രി കഴിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഓണത്തിന് നല്ല ഓണക്കോടിയൊക്കെ ധരിച്ച് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി ഓണപ്പൂക്കളൊക്കെ ഇട്ട് നല്ല സന്തോഷത്തോടെ നിൽക്കും. എന്തിനാണ്? നമ്മുടെ രാജാവ് നമ്മളെ കാണാൻ വരുമ്പോ നമുക്ക് സുഖമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അല്ലെ? അപ്പൊ നമ്മളെ കാണാനായി വരുന്ന സമയത്ത് നമുക്ക് സുഖമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അല്ലെ? എല്ലാരും വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നോ ഈ കഴിഞ്ഞ ഓണത്തിന്? മഹാബലി വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാഞ്ഞിട്ടാണ് രാത്രി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലല്ലോ. രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങിയില്ലേ? അപ്പോഴാണ് വന്നിട്ടുണ്ടാവുക. അതാണ് കാണാൻ. ഇല്ല, വന്നിട്ടുണ്ടായിരുന്നു. അമ്മമാരോട് ചോദിച്ചു നോക്കിക്കോ. ഈ ഓണത്തിന് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ ഉറങ്ങാതെ കാത്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അവര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഓണത്തിന് നമ്മുടെ മഹാബലി നമ്മളെ കാണാനായി വരും അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ സങ്കല്പം. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് മഹാബലി. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ മഹാബലി ആരാണെന്ന് അറിയില്ലേ? ആ ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വന്നല്ലോ പൊന്നോണം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗം അതാണ് അല്ലെ? അപ്പൊ ആ ഒരു കഥ മിസ് പറഞ്ഞതാണ്, എല്ലാവരും ഓർത്തു വെക്കണം. ഇനി മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നമ്മളിപ്പോ പാടിയല്ലേ? അതിൽ 2 ലൈനേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ അല്ലേ? അത് ഫുൾ എങ്ങനെയാ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം
സമ്പത്തങ്ങാർക്കുമൊട്ടില്ല താനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഒന്നുമില്ലാതിരുന്ന നല്ല സമൃദ്ധമായ കാലമായിരുന്നു മഹാബലി നമ്മുടെ രാജ്യം ഭരിച്ച സമയത്ത്, അല്ലേ? ഓ, അതാണ് പറഞ്ഞത്. നമ്മുടെ മഹാബലിനെ നിങ്ങൾ കണ്ടോ ഇവിടെ പിക്ചറില്? കണ്ടോ? ഇല്ലേ? കണ്ടില്ലേ പിക്ചറില്? ദിയക്കുട്ടിക്ക് പുസ്തകം ഇല്ലേ? കിട്ടിയില്ലേടാ? ഞാൻ കണ്ടു. ഇല്ല, എന്നാ മിസ് കാണിച്ചു തരാം. ഈ ആളാണ് മഹാബലി. ഇതാ കണ്ടോ? കൊടവയറിനാണ് അല്ലേ? മഹാബലിനെ കണ്ടോ നിങ്ങള്? ഇതാ കണ്ടോ? ഓക്കെ. ജാനകി കണ്ടില്ലേ? ജാനകി മഹാബലിനെ കണ്ടോ? കണ്ടു. ഫാത്തിമ കണ്ടോ? റിഷാൻ കണ്ടോ? മാനവേ കണ്ടില്ലേ മോനെ? ഓക്കെ, ഇതാണ് മഹാബലി അല്ലേ? ഇതാ. ഓക്കെ, അപ്പൊ അവിടെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നു? പൂക്കളൊക്കെ ഇട്ട് നല്ല സന്തോഷത്തോടെ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ? ഓണത്തിന് കണ്ടോ? ഫാത്തിമ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇവിടുത്തെ പോലെ? നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സിന് നിങ്ങൾ വരുന്ന സമയത്തായിരുന്നു സുഖം ഓൺലൈൻ ക്ലാസ്സിനെ കാണും അല്ലേ? ചിലവരവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും, ചിലവര് ഒരേ ഓട്ടം ഓടും, അല്ലേ തന്തേവേ? അല്ലേ ഫാത്തിമ? ചിലവർ അടങ്ങിയിരിക്കും അല്ലേ? നിഷാനിലോടും. ഓക്കെ, അപ്പൊ ഇനി ഓൺലൈൻ ക്ലാസ് തന്നെയല്ലേ? അപ്പൊ ഇതാണ് മാവേലി. ആ കഥ മിസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എല്ലാരും ഓർക്കുവാ? അല്ല, ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഓണത്തെ പറ്റിയുള്ള കഥയൊന്നും നമുക്കറിയാന്ന് പറയോ? മഹാബലിനെ പറ്റിയൊന്നും നമുക്കറിയില്ലാന്ന് പറയോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോ അത് അത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓണാഘോഷത്തെ പറ്റി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അല്ലേ? മാവേലി നാടുവാണിടുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു, സമന്മാരായിരുന്നു അല്ലെ എന്നാണ് പറഞ്ഞത്. അതിന്റെ ബാക്കിയുള്ള വരികൾ കൂടെ മിസ് പാടിയിട്ടുണ്ട്. എല്ലാ മക്കളും കേട്ടിട്ടില്ല എന്ന് ഇനി പറയരുത്. പഠിക്കണം ആ പാട്ട്. പാടി നോക്കിയേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പാടിയാ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നിഷാനെ ഇവിടെ ശ്രദ്ധിച്ചേ. കയ്യിൽ എന്താണ് നിഷാനെ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പഠിച്ചാ? ആ 2 ലൈൻസ് പഠിച്ചാ? എന്നാ പാടിയേ. ആരാ പാടുന്നേ? ആ, ഹർഷാലാണോ? ഹർഷാല് പാടി. ഹർഷാല് മിസ് പാടാൻ കൂടാ, പാടിക്കോ. അൺമ്യൂട്ട് ചെയ്ത് പാടി. മാവേലി നാടുവാണിടും കാലം എല്ലാരും ഒന്നുപോലെ. പഠിച്ചാ? നെക്സ്റ്റ് ആരെങ്കിലും പാടുന്നോ? പഠിച്ചിട്ടില്ല? ഒന്നുകൂടി പാടാം. മിസ് ശ്രദ്ധിക്കണേ. മാവേലി നാടുവാണിടും കാലം. മാവേലി നാടുവാണിടും കാലം. പഠിച്ചോ വരി? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പഠിച്ചോ? നാടുവാണിടും കാലം
പഠിച്ചോ? പഠിച്ചിട്ടാ? ഓക്കെ, പഠിക്കണ കേട്ടാ. ആ 2 ലൈൻസെങ്കിലും. ഓക്കെ, അതാണ് വന്നല്ലോ പൊന്നോണം എന്ന ഭാഗം. ഓക്കെ, പിന്നെ നമുക്കിപ്പോ 2 പാട്ടൊക്കെ പാടി നമ്മൾ റിലാക്സ് ആയിട്ടുണ്ട് അല്ലേ? ഓണത്തിനെ പറ്റിയുള്ള കഥയൊക്കെ കേട്ട് റിലാക്സ് ആയോ? എല്ലാവർക്കും സന്തോഷായോ? നമുക്ക് ഇനി ചിഹ്നങ്ങൾ ആദ്യം പഠിക്കാനുണ്ട്. ഏത് ചിഹ്ന ഇനി പഠിക്കാനുണ്ട് നോക്കിയേ. നെക്സ്റ്റ് പേജ് എന്താ? ചെവി അല്ലേ? നെക്സ്റ്റ് പേജ് നോക്കിയേ മക്കളെ. ചെവി അല്ലേ? അടുത്തത് ഈ പിക്ചറിൽ കണ്ടോ മക്കളെ? ചെവി. ചെവി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ മക്കളെ? എന്താണ് ചെവി മാത്രമല്ല, ചെവി ഐരാവതില്ലേ? ഐരാവത. ഇത് ചെവി. ഫാത്തിമ ഇവിടെ ശ്രദ്ധിച്ചേ. ചെവി. നെക്സ്റ്റ് പേന. നെക്സ്റ്റ് ഏതാ? പേന. അടുത്തെന്താ? മൈന. വെരി ഗുഡ്. ദന്തേവേ മൈന. അപ്പൊ ഇവിടെ 3 ചിഹ്നങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. മനസ്സിലായോ? ഫസ്റ്റ് വൺ ചെവി എന്നുള്ളതിൽ എന്താണ്? എ എന്ന ചിഹ്നം പഠിക്കാനുണ്ട് അല്ലേ? എ ചിഹ്നം എങ്ങനെയാ ഇടുക നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്? ഒന്ന് കാണിച്ചു തന്നേ മിസ്സിന്. മക്കളൊന്ന് എഴുതി കാണിച്ചു തന്നേ. മിസ് പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതുവോ? All of you take your slate and pencil. സ്ലേറ്റ് എടുത്ത് നോക്കട്ടെ മിസ് എത്ര മാത്രം എഴുതും നിങ്ങൾ നോക്കട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് എഴുതാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ മാല. എല്ലാരും റെഡിയാണോ? പെൻസിലൊക്കെ എടുത്തോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിഹ്നം പഠിക്കാം അല്ലെ? ഇത് തറോ ആവട്ടെ. മാല. ആഫിയ എഴുതുന്നില്ലേടാ? ഉണ്ടോ? ഹർഷാല എഴുതിയേ മാല. നിഷാൻ turn on your video. സായിക്ക് പനി കുറഞ്ഞോടാ? അതെല്ലേ? ഇപ്പൊ പനിയൊന്നും ഇല്ലേ? ഓക്കെ, വെരി ഗുഡ് നിഷാൻ. മാല എഴുതിയോ എല്ലാ മക്കളും? എല്ലാരും ഒന്ന് കാണിച്ചു തന്നേ. മാല. ഫാത്തിമ എഴുതി. ദിയക്കുട്ടി എടുത്തോ? സ്ലേറ്റ് എടുത്തോടാ? ദന്തേവ എഴുതിയോ മോനെ? നിഷാൻ ഗായത്രി എഴുതി അല്ലേ? വെരി ഗുഡ് ഗായത്രി. നിഹാര നിഹാൽ ടേക്ക് യുവർ സ്ലേറ്റ്. എഴുതിയോ മോനെ? മാല എഴുതിയേ. എഴുതിട്ട് ഏത് ചിഹ്ന ഇടണ്ടേ? ആ ചിഹ്നം. നെക്സ്റ്റ് വൺ തിരി. മാല എഴുതിയല്ലേ ആഫിയ? വെരി ഗുഡ്. മാനവ എഴുതിയോ മോനെ? വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നിഹാലും എഴുതി കാണിക്കണത്രേ. മാനവ എഴുതി കാണിക്കണത്രേ. വെരി ഗുഡ്. മാനവ എഴുതി. നിഹാര എഴുതിയോ? നിഹാൽ. ആരാ എഴുതിയേ? മാ ശരിയായോ? ഓക്കെ. മാല. ഇനി നെക്സ്റ്റ് വൺ ചിരി.
ഓക്കെ, വെരി ഗുഡ് ഗായത്രി. ചാക്ക് ഏത് ചിഹ്നമായിട്ടുണ്ട് നോക്കിയേ. ഈ എന്ന ചിഹ്നം ഇടണം, നെക്സ്റ്റ് രാ എഴുതണം, പള്ളി ഇടണം. ഓക്കെ, ചിരി. വെരി ഗുഡ് ആഫിയ. ആഫിയ, ഗായത്രി, അനീഷ്. ധൻദേവ് എഴുതിയോ? ഹർഷാൽ, സായക്, നിഷാൻ, റിഷാൻ, നിഹാര, നിഹാൽ, ഫാത്തിമ, ദിയ, ജാനകി, മാനവ്. വേഗം എഴുതി കാണിച്ചിരുന്നേ മിസ്സിനെ. ചിരി. നെക്സ്റ്റ് ചിരി എഴുതിയോ എല്ലാവരും? അപ്പൊ ഈ എന്ന ചിഹ്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ചിരി. ആ ജാനകി, വെരി ഗുഡ്. ആ ഇവിടെ സായിക്ക് എഴുതി, സൂപ്പർ. നെക്സ്റ്റ് ധൻദേവ് എഴുതി, സൂപ്പർ. ഓക്കെ, ചിരി. ആ മാനവ് എഴുതി, വെരി ഗുഡ്. പിന്നെ ആരെ എഴുതാത്തുള്ളത്? ഇപ്പൊ നിഷാൻ ഒന്ന് കാണിച്ചു തന്നെ സ്ലൈറ്റ്. കുട്ടി ഒന്ന് കാണിച്ചു തന്നെ. ചിരി. അമാല. നെക്സ്റ്റ് വൺ ചിരി. വെരി ഗുഡ്. ഓക്കെ, ചിരി കഴിഞ്ഞാല് ഹർഷാൽ, വെരി ഗുഡ്. ടീച്ചർ ഗായത്രി പീലി എഴുതി. ഓക്കെ, പീലി എഴുതിയോ? നെക്സ്റ്റ് വൺ പീലി. ഈ എന്ന ചിഹ്നാണ് അവിടെ. നോക്കാതെ എഴുതണം കേട്ടോ ടെക്സ്റ്റില്. നിങ്ങൾ ചിഹ്നങ്ങൾ ഓർത്തിട്ട് എഴുതുക, ചുരുക്കി ചിഹ്നം ഇടുക. പീലി. വെരി ഗുഡ് ഗായത്രി. ഇവിടെ ചിരി എഴുതിയിട്ടുണ്ട്. നിഷാൻ, മാലി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചിരി. പീലി എഴുതിയേ. പീലി. നിഹാര, വെരി ഗുഡ്. നിഹാൽ. പീലി. ഹർഷാൽ എഴുതി. ഒന്ന് വൃത്തിയാക്കണം, ചിഹ്നം ഒന്ന് ശരിയാക്കണം. ഹർഷാല, വെരി ഗുഡ്. ജാനകി, വെരി ഗുഡ്. പീലി. ഓക്കെ, വെരി ഗുഡ്. പീലി എഴുതിയോ മക്കളെ? അപ്പൊ ഏതൊക്കെ ചിഹ്നം അവിടെ ആയി? ആയി, ഈ ആയി, ഈ ആയി. ധൻദേവേ, വെരി ഗുഡ്, സൂപ്പർ. കാണാതെ എഴുതണേ, നിങ്ങൾ തന്നെ ഓർത്ത് എഴുതണം. അക്ഷരങ്ങൾ നോക്കുക, ചിഹ്നങ്ങൾ ഓർക്കുക, എന്നിട്ട് എഴുതുക. മാനവേ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് പാവ. പാവ. പാ എഴുതണം, ചിഹ്നമിടണം, എന്നിട്ട് വാ എഴുതണം. ഒറ്റക്ക് എഴുതിയ മക്കള്. പാവ. പാ എഴുതുക, ചിഹ്നം ഇടുക, എന്നിട്ട് വാ എഴുതുക. പാവ. ഫാത്തിമ എഴുതിയില്ല, പീലി എഴുതിയുള്ളൂ. ഇനി പാവ എഴുതിയ മോളെ. ഓക്കെ, പീലി എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. പാവ. ഓക്കെ സായക്കെ, ഇനി നെക്സ്റ്റ് പാവ, വെരി ഗുഡ്. ആഫിക്കുട്ടി, വെരി ഗുഡ്. ഒറ്റക്ക് എഴുതിയല്ലേ, വെരി ഗുഡ്. പാവ. ഇവിടെ ധൻദേവ് എഴുതി, വെരി ഗുഡ്. നീറ്റിൽ നല്ല ലെവലായിട്ട് തന്നെ എഴുതുന്നുണ്ട്. പാവ എഴുതിയ മക്കളെല്ലാവരും. പാവ. പാ എഴുതുക, എന്ന ചിഹ്നം ഇടുക, എന്നിട്ട് വാ എഴുതുക. നെക്സ്റ്റ് വൺ പാത്ത. പാത്ത ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ് മാനവ്. എന്നിട്ട് താ എഴുതണം. പാത. മിസ് ഗായത്രി എഴുതി. ഓക്കെ, വെരി ഗുഡ് ഗായത്രി, വെരി ഗുഡ്. പാത. ധൻദേവ്, വെരി ഗുഡ്. ആഫിയ, വെരി ഗുഡ്. പാത. വെരി ഗുഡ് റിഷാൻ. ഓക്കെ റിഷാൻ, വെരി ഗുഡ്. തെറ്റാതെ എഴുതണേ. നെക്സ്റ്റ് വൺ എന്താണെന്നറിയോ? പാവ എഴുതിയിട്ടുണ്ട് ഫാത്തിമ. പാത എഴുതിയിട്ടുണ്ട് ദിയ, വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണെന്നറിയോ? തിര. തിര. താക്ക് ഈ ചിഹ്നം.
എന്നിട്ട് രാ എഴുതണം. തീര, താക്ക് ഈ എന്ന ചിഹ്നിടുക, എന്നിട്ട് രാ എഴുതണം. നമ്മൾ താ ഓൾറെഡി പഠിച്ചാണ്, ചിഹ്നം ഇപ്പം പഠിച്ചു, പിന്നെ രായും പഠിച്ചാണ്. തിര. വെരി ഗുഡ് ധൻദേവ്. തിര. ആഫിയ വെരി ഗുഡ്. തിര എഴുതിയിട്ടുണ്ട്. മാനവ എഴുതിയോ? ആ പേപ്പറിലായതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. ഓക്കെ, വെരി ഗുഡ് റിഷാൻ. തിര താ എഴുതുക. ആഫിയ വെരി ഗുഡ്. ഹർഷാനും എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. താക്ക് ഈ ചിഹ്നിടുക, രാ എഴുതുക. തിര. അത് പറയുമ്പോൾ തന്നെ ഓർക്കണം എങ്ങനെയാ. താ എഴുതണം, ചിഹ്നിടണം, രാ എഴുതണം. നെക്സ്റ്റ് നിര. നിര. നിര എങ്ങനെയാ? നാ എഴുതുക. ഫാത്തിമ വെരി ഗുഡ്. നാ എഴുതുക, ഈ ചിഹ്നിടുക, രാ എഴുതുക. വെരി ഗുഡ് സായൻ. നിര. നിര. വെരി ഗുഡ്, വെരി ഗുഡ്. നീര. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ആഫി എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഇവിടെ ഹർഷാൽ എഴുതി, വെരി ഗുഡ്. നെക്സ്റ്റ് ധൻദേവ് എഴുതി, വെരി ഗുഡ്. നിര. ഓക്കെ, ദിയക്കുട്ടി എഴുതി അല്ലേ, വെരി ഗുഡ്. തിരിയും എഴുതിയിട്ടുണ്ട്, നിരയും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് മാനവ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ് മാനവ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയ മക്കളെ, ചീര. ജാനകി മനു വെരി ഗുഡ്. നിര എഴുതിയിട്ടുണ്ട്. ഇനി ചീര. എങ്ങനെയാ ചീര എഴുതുക? സായക്കെ വെരി ഗുഡ്. ചീര എഴുതുമ്പോ എങ്ങനെയാ? ചാ എഴുതണം, ഈ ചിഹ്നിടണം, എന്നിട്ട് രാ എഴുതണം. ചീര. എന്തേ ഗായത്രി എഴുതിയേ വേഗം? ചീര. ഇത് ആഫിയ അവിടെ എഴുതി, ചീര. വെരി ഗുഡ്. ചീര. നെക്സ്റ്റ് ഇവിടെ ഹർഷാൽ എഴുതി, ചീര. ഇവിടെ ധൻദേവ് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ചീര. നെക്സ്റ്റ് ഫാത്തിമ. മാനവ് നോക്കട്ടെ മോനെ, വൃത്തി കാണുന്നില്ല മിസ്സിന്. ചീര. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. ഇവിടെ റിഷാൻ എഴുതിയിട്ടുണ്ട്, ചീര. വെരി ഗുഡ്. ചിഹ്നങ്ങൾ അറിഞ്ഞോണ്ട് എഴുതുന്നല്ലേ മക്കള്? അപ്പൊ അക്ഷരങ്ങള് ഓർക്കുക, എന്നിട്ട് ചിഹ്നങ്ങള് ഇട്ടിട്ട് എഴുതണം. ഓക്കെ. സായക്കെ ചീര, വെരി ഗുഡ്. അവിടെ ജാനകി എഴുതി, ചീര. വെരി ഗുഡ്. ഓക്കെ, ലാസ്റ്റ് വേണം ഒറ്റൊരു വേർഡും കൂടി ഉണ്ട്, വീതി. വീതി. അപ്പൊ വാ എഴുതണം, ഈ ചിഹ്നമിടണം, പിന്നെ താ എഴുതണം, ഈ ചിഹ്നിടണം. വീതി. വീതി. വീതിയും കൂടെ എഴുതിയാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ഈ 3 ചിഹ്നം വെച്ചിട്ടുള്ള വേർഡ്സ് ആയിരുന്നു ഇന്നിപ്പോ ഇട്ടത് ഡിക്റ്റേഷൻ. എല്ലാ മക്കൾക്കും മുഴുവനും എഴുതി ശരിയായവർ എത്ര പേരുണ്ട്? മുഴുവനും എഴുതി ശരിയാ. വീതി. വെരി ഗുഡ് ആഫിയ. വെരി ഗുഡ് ധൻദേവ്. വീതി. എല്ലാം ശരിയായവരെന്ന് കൈവക്കുക. ആഫിയ കുട്ടിക്കുണ്ട്. നെക്സ്റ്റ് ധൻദേവിനുണ്ട്, ജാനകി മനുവിനുണ്ട്. നെക്സ്റ്റ് ആർക്കുണ്ട്? ഹർഷാലിനുണ്ട്. ഫുൾ സ്റ്റാർ വാങ്ങിക്കോ കേട്ടോ. ശരിയാവരതാ ദിയ എഴുതിയിട്ടുണ്ട് കേട്ടോ. അമ്മമാരോട് നോക്കാൻ പറയണേ, ചെക്ക് ചെയ്യാൻ പറയണേ, ശരിയിടാൻ പറയണേ. ഓക്കെ, തെറ്റിയത് എന്ത് ചെയ്യണം മക്കളെ? എഴുതണം കേട്ടോ. ഒരു 5 പ്രാവശ്യമെങ്കിലും, ഒരു 5 ടൈംസ് എങ്കിലും എഴുതണം, തെറ്റിപ്പോയിനെങ്കിൽ. ചിഹ്നങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണേ മക്കളെ, അത് തെറ്റാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് മുകളിലേക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചിഹ്നങ്ങൾ തറവായിട്ടില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഫാത്തിമ വെരി ഗുഡ്. വീതി കറക്റ്റ്. നിഹാൽ കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, ഫാത്തിമ നല്ല ഓർഡറിൽ എഴുതിയിട്ടുണ്ടല്ലോ എല്ലാം അല്ലേ?
ഇവിടെ മാനവ് എഴുതി നല്ല വൃത്തി ഇപ്പം കാണുന്നുണ്ട്. വീതി. വെരി ഗുഡ് മാനവ്. മാനവ് പഠിച്ചു അല്ലേ മാനവേ? മാനവക്ക് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആളല്ലേ അല്ലേ? എന്നിട്ട് ഇത്രയായില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങളെ നമ്മൾ ആയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ കുറച്ച് വലിയ വലിയ വാക്യങ്ങളൊക്കെ വായിക്കാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ട് മക്കൾ ഈ സമയത്ത് തന്നെ ചിഹ്നങ്ങളെ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയേ വേണ്ടൂ. അപ്പൊ ഡിക്റ്റേഷൻ ഇട്ടതിൽ എന്തെങ്കിലും തെറ്റിയിരുന്ന മക്കൾ എന്ത് ചെയ്യണം? കുറെ പ്രാവശ്യം എഴുതണം. അതുപോലെ നമ്മുടെ അക്ഷരദീപം ബുക്കില്ലേ, അക്ഷരദീപം ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതണം കേട്ടോ. അത് തന്നെ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ ഫോളോ ചെയ്യും വേണം കേട്ടോ. മക്കളെ ഇനി UKG-യിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അക്ഷരദീപം എഴുതണേ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ബൈ, സി യു, ബൈ, ടാറ്റ, ഉമ്മ, ബൈ. ഓക്കെ, ബൈ. എന്ത് ചെയ്യുന്നേ?